പ്രണയതീരം ഭാഗം 32. ഗോപിച്ചേട്ടൻ അവർക്കുള്ള ഷെയ്ക്കും കൊണ്ടുവന്ന് കൊടുത്തു. സത്യ, നിനക്ക് വേണ്ടേ? അവൻ ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് മോള് കുടിച്ചു എന്ന് പെട്ടെന്ന് ഗോപിച്ചേട്ടൻ പറഞ്ഞതും സത്യയുടെ മുഖം മാറി. അവൻ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. എന്താടാ? അവൻ പെട്ടെന്ന് എഴുന്നേറ്റതും ദേവു പേടിച്ചുപോയി. അവൻ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ അവന് പറയാൻ പറ്റുന്നില്ല. എന്തോ അവൻ്റെ വെപ്രാളം കണ്ട് ദേവുവും അച്ചുവും സോനുവും എല്ലാം ചോദിച്ചു. അവൻ അച്ചുവിനെ നോക്കി. അവൻ അച്ചുവിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുന്നു. അവളുടെ മുഖത്ത് പിടിക്കാൻ നോക്കുന്നു. പെട്ടെന്ന് അച്ചുവിൻ്റെ വായിൽ നിന്നും ചോര വരുന്നത് കണ്ടതും സത്യ പേടിയോടെ കരയാൻ തുടങ്ങി. അപ്പോഴാണ് ദേവുവും അച്ചുവിൻ്റെ വായിൽ നിന്നും ചോര വരുന്നത് കാണുന്നത്. അവൾ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വീഴുന്നത് കണ്ടതും ഗോപിച്ചേട്ടൻ വേഗം തന്നെ അവളെ താങ്ങി പിടിച്ചു. അത് കണ്ടതും ദേവുവും കല്യാണിയും കൂടി ഓടി അവളുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴേക്കും അച്ചുവിൻ്റെ ബോധം മറഞ്ഞിരുന്നു. പേടിയോടെ സത്യ മതിലിൽ ചാരി കരഞ്ഞുകൊണ്ട് താഴേക്ക് ഇരുന്നു പോയി. കല്യാണി പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്നു. ദേവു, വേഗം കാറിനടുത്തേക്ക് എടുക്ക് എന്ന് പറഞ്ഞതും ഗോപിച്ചേട്ടനും അവരെല്ലാവരും കൂടി താങ്ങിക്കൊണ്ടുവന്ന് അച്ചുവിനെ കാറിലിരുത്തി. കല്യാണി ആദിയുടെ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി കാറെടുത്തു. ഇത്രയും നാളും ഇത്രയും സ്പീഡിൽ അവൾ ഓടിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രയും വേഗത്തിലായിരുന്നു അവൾ ഓടിച്ചത്. കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം മറികടന്ന് അവൾ കാർ മുന്നോട്ടെടുത്തു. ഇടയ്ക്ക് ഫോണിൽ ആദിയെ ട്രൈ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഫോൺ അറ്റൻഡ് ചെയ്തതും ആദിയേട്ടാ, അവളുടെ വെപ്രാളത്തോടെയുള്ള വിളി കേട്ടതും എന്തു പറ്റി കല്ലു? ആദിയും അതേ വെപ്രാളത്തോടെ ചോദിച്ചു. ആദിയേട്ടാ, അച്ചുവിൻ്റെ വായിൽ നിന്ന് ബ്ലഡ് വരുന്നു, അവൾ പറഞ്ഞു. എന്താ സംഭവിച്ചത്? അവൻ ചോദിച്ചു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാ, ഒരു ഷെയ്ക്ക് കുടിച്ചു, പെട്ടെന്ന് അവളുടെ വായിൽ നിന്നും ബ്ലഡെല്ലാം വരുന്നു, അവൾ പറഞ്ഞു. നിങ്ങളിപ്പോൾ എവിടെയാ? ഞാൻ അങ്ങോട്ട് വരാണ് ആദിയേട്ടാ, ഹോസ്പിറ്റലിൽ എത്താറായി. വേഗം എത്ത്, ഞാൻ പുറത്ത് തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ആദി ഫോൺ കട്ട് ചെയ്യണ്ട, ഞാൻ കൂടെയുണ്ട്, ആദി പറഞ്ഞു. കല്യാണി ഇടയ്ക്കിടെ തിരിഞ്ഞ് പുറകിലേക്ക് നോക്കുന്നുണ്ട്. ദേവുവും സോനുവും അച്ചുവിനെ ചേർത്ത് പിടിച്ച് കരയുന്നുണ്ട്. ഗോപിച്ചേട്ടൻ കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ട്. ഹോസ്പിറ്റലിനകത്തേക്ക് കാറ് കടന്നതും കല്യാണിക്ക് എന്തോ ഒരു ആശ്വാസം തോന്നി. അവൾ എൻട്രൻസിൽ കൊണ്ടുവന്ന് കാറ് നിർത്തിയതും ആദിയെ കണ്ടു. ആദി വേഗം കല്ലുവിൻ്റെ അടുത്തേക്ക് വന്നു. കല്യാണി കാറിൽ നിന്നും ഇറങ്ങി പുറകിലെ ഡോറ് തുറന്നു. അപ്പോഴേക്കും ആദി പറഞ്ഞ സ്റ്റാഫുകൾ വന്ന് കാറിൽ നിന്നും അച്ചുവിനെ എടുത്ത് കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. ആദി കല്യാണിയെ ചേർത്ത് പിടിച്ചു. വാ എന്ന് പറഞ്ഞ് അവൻ അവളെയും കൊണ്ടുപോയി. അവർ എല്ലാവരും അത്രമാത്രം തളർന്നിട്ടുണ്ടെന്ന് ആദിക്ക് മനസ്സിലായി. ആദി വിളിച്ച് പറഞ്ഞതനുസരിച്ച് കിച്ചുവും കല്യാണും അല്പസമയത്തിന് ശേഷം അവിടെ എത്തി. അപ്പോഴേക്കും അച്ചുവിനെ ICUവിലേക്ക് മാറ്റിയിരുന്നു. ICUവിൻ്റെ മുന്നിൽ കല്യാണിയും ദേവുവും സോനുവും ഇരുന്നു. അവരുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ട്. 3 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങായിട്ടാണ് ഇരിക്കുന്നത്. അവരെ 3 പേരെയും കാണുമ്പോൾ കല്യാണിനും കിച്ചുവിനും സങ്കടം വരുന്നുണ്ടായിരുന്നു. ആദി ICUവിലുണ്ട്. അല്പസമയം കഴിഞ്ഞതും ICUവിൻ്റെ ഡോറ് തുറന്ന് ആദിയും ഡോക്ടറും പുറത്തേക്ക് ഇറങ്ങി. ആദ്യം നോക്കിയത് കല്യാണിയെയാണ്. അവൻ ചെന്ന് കല്യാണിയുടെ അടുത്ത് നിന്നു. അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു. ആദിട്ടാ, അച്ചുനെങ്ങനെ? അവൾ ചോദിച്ചു. ഒരു കുഴപ്പമില്ല, ആൾ ഓക്കെ ആയിട്ടുണ്ട്. നിനക്ക് കാണണോ? ആദി ചോദിച്ചു. കാണണം, കല്യാണി പറഞ്ഞു. കൊണ്ടുപോവാം. ഡോക്ടർ എങ്ങനെയുണ്ട്? കിച്ചു ആദിയുടെ കൂടെയുള്ള ഡോക്ടറോട് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, ഒരുപാട് സമയം എടുത്തില്ല. അത്ര വീര്യം കൂടിയ മരുന്നൊന്നുമല്ല കഴിച്ചിരിക്കുന്നത്. എന്തു പറ്റി അങ്ങനൊരു കാര്യം ചെയ്യാൻ മാത്രം? അതും ആത്മഹത്യ? വിഷം കഴിക്കേണ്ട ആവശ്യം എന്താണ് ആ കുട്ടിക്കുള്ളത്? ഡോക്ടർ ചോദിച്ചു. അത് പിന്നെ അറിയില്ല ഡോക്ടർ. എന്തായാലും ഇത് കേസാക്കാൻ ഒന്നും നിൽക്കണ്ട, കിച്ചു പറഞ്ഞു. ഇല്ല, ആദി സാറ് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം. ആദി, ഇവരെ 3 പേരെയും ഒന്ന് കാണിക്കാവോ അച്ചുവിനെ? അവൾക്ക് ബോധം വീണിട്ടുണ്ടോ? കിച്ചു ചോദിച്ചു. കണ്ണ് തുറന്ന് കിടക്കുന്നുണ്ട്. എന്നാ വാ, നമുക്കൊന്ന് കാണാം. എല്ലാവരും കൂടി ഒരുമിച്ച് കയറണ്ട, കുട്ടികൾ കയറി കാണട്ടെ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുമെന്ന് നോക്കാം, ഡോക്ടർ പറഞ്ഞു. കല്യാണിയും ദേവും സോനുവും കൂടി ICUവിലേക്ക് കയറി. കണ്ണടച്ച് കിടക്കുന്ന അച്ചുവിനെ കണ്ടതും അവർ 3 പേരും പരസ്പരം നോക്കി. 3 പേരും അവളുടെ അടുത്തേക്ക് ഒരുമിച്ച് തന്നെ ചെന്നു. കൂട്ടുകാരുടെ സാമീപ്യം
അറിഞ്ഞതുപോലെ തന്നെ അച്ചു പതിയെ കണ്ണു തുറന്നു. എന്തിനാ അച്ചു നീ ഇങ്ങനെ ചെയ്തത്? ഞങ്ങളെക്കാളും നിന്റെ വീട്ടുകാരെക്കാളും അത്രയ്ക്ക് വലുതായിരുന്നോ നിനക്ക് വിനുവേട്ടൻ? ഞങ്ങൾ ചെന്ന് കാണട്ടെ ആളെ. കാല് പിടിച്ചിട്ടാണെങ്കിലും നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തരട്ടെ, ദേവു ചോദിച്ചു. അപ്പോഴും കല്ലുവും സോനുവും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. പറയാച്ചു, നിനക്ക് ആളെ കാണണോ? ഞങ്ങളിപ്പോൾ തന്നെ പോയി കൊണ്ടുവരാം. പക്ഷേ നീ ഇത് പിടിച്ചു പറിച്ചെടുക്കുന്ന സ്നേഹമായി പോവും. എന്നും നിലനിൽക്കണമെന്നില്ല. ഇപ്പോൾ നീ ചെയ്തില്ലേ, അത് വീണ്ടും വീണ്ടും നിന്റെ ജീവിതത്തിൽ ആവർത്തിക്കേണ്ടി വരും, ദേവു പറഞ്ഞു. ദേ, ഞാനിവിടെ കിടക്കുകയാണെന്നൊന്നും നോക്കില്ല കേട്ടോ. എൻ്റെ വായിന് നല്ല തെറി ഞാൻ പറയും. പെട്ടെന്നുള്ള അച്ചുവിൻ്റെ ആ പ്രതികരണം കേട്ട് ദേവുവും സോനുവും കല്ലുവും ഞെട്ടി. പിന്നെ ഞാൻ എന്തോടി കോപ്പെ പറയേണ്ടത്? ഞാൻ വിഷം കഴിച്ചോന്നോ? മര്യാദക്ക് അവൽ മിൽക്ക് കഴിച്ചുകൊണ്ടിരുന്ന് ഞാൻ എങ്ങനെ ഇങ്ങനെയായിന്ന് എല്ലാവരും കൂടി പറഞ്ഞു തന്നോ? ആരും എനിക്കതിൽ വിഷം തന്നത്? അച്ചു ചോദിച്ചതും അപ്പോൾ നീ സ്വയം കഴിച്ചതല്ലേ, ദേവു ചോദിച്ചു. പിന്നെ എനിക്ക് വിഷം കഴിക്കാൻ പ്രാന്തല്ലേ? അതും എന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയ ഒരുത്തന് വേണ്ടി. അവൻ പോയെങ്കിൽ അതിനേക്കാൾ നല്ലത് എനിക്ക് കിട്ടും. പക്ഷേ എന്നാലും അവൽ മിൽക്കിൽ ആരായിരിക്കും വിഷം ചേർത്തത്? നിങ്ങളെങ്ങാനും ആണോ? എന്തിന്? അല്ല, ഈ പേരും പറഞ്ഞ് കുറച്ച് ദിവസം അവധി എടുക്കാമല്ലോ കോളേജിൽ നിന്ന്. പിന്നെ നിന്നെ വിഷം കൊടുത്ത് കൊന്നിട്ട് വേണമല്ലോ ഞങ്ങൾക്ക് എല്ലാവർക്കും അവധി എടുക്കാൻ. പിന്നെ അവധി എടുക്കേണ്ടി വരില്ല, ജയിലിൽ പോയി കിടക്കാം, സോനു പറഞ്ഞു. പിന്നെ ആരായിരിക്കും? അച്ചു ആലോചനയോടെ കിടക്കുന്നത് കണ്ടതും ബാക്കി 3 പേരും അവളെ നോക്കി. അവരും ആലോചനയോടെ പരസ്പരം നോക്കി. പെട്ടെന്നാണ് കല്യാണിക്ക് സത്യയുടെ മുഖം തെളിഞ്ഞത്. സത്യ, കല്യാണി പറഞ്ഞതും 3 പേരും ഒരുപോലെ സത്യ എന്ന് പറഞ്ഞു. അതെ, അവൻ ആ ഷെയ്ക്ക് ഇവള് കുടിച്ചെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്ത് വെപ്രാളം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവൾ കുഴഞ്ഞു വീണത്. ഇവളുടെ വായിൽ നിന്നും ബ്ലഡ് വന്ന് തുടങ്ങിയത്, കല്യാണി പറഞ്ഞു. അത് ശരിയാ, നമ്മൾ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവള് കുഴഞ്ഞു വീണത്. അപ്പോൾ അവനെന്തിനാ എന്നെ കൊല്ലാൻ നോക്കിയത്? അച്ചു ചോദിച്ചു. ഇടി, നിന്നെ കൊല്ലാൻ നോക്കിയതല്ല. പിന്നെ അത് അവൻ കഴിക്കാൻ വെച്ചതായിരിക്കും. എന്തിന്? അവനാകെ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. അപ്പോൾ അവൻ സ്വയം മരിക്കാൻ ശ്രമിച്ചതാ. അതാ ഇവളെടുത്ത് കുടിച്ചത്. അതേതായാലും നന്നായി. ഇവളായതുകൊണ്ട് പ്രേമനൈരാശ്യം എന്തെങ്കിലും പറയാം. അതെങ്ങാനും കുടിച്ചത് നമ്മളായിരുന്നെങ്കിൽ എന്ത് പറയായിരുന്നു, ദേവു ചോദിച്ചു. ഒന്ന് പോയടി, നിങ്ങളെങ്ങനായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. ഇതിപ്പോൾ എന്നെ വേണ്ടാന്ന് പറഞ്ഞവന് വേണ്ടി ഞാൻ വിഷം കഴിച്ചതുപോലെ ആയില്ലേ. എനിക്ക് വയ്യ. ഇനി ഇതും കൂടി അറിയുമ്പോൾ അവന് കൊമ്പ് മുളയ്ക്കും, അച്ചു പറഞ്ഞു. ഏയ്, ഇത് പുറത്താരും അറിയില്ല, നമ്മൾ മാത്രമേ അറിയൂ. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം, കല്യാണി പറഞ്ഞു. ദേ കല്ലു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇതെങ്ങനെ ലീക്കായാ നിന്റെ ആദിയേട്ടനെ ഞാൻ തട്ടും, ഉറപ്പായിട്ടും തട്ടും, അവൾ പറഞ്ഞതും സിയുവിൻ്റെ ഡോറ് തുറന്ന് ആദിയും കിച്ചുവും കല്യാണും കൂടി അകത്തേക്ക് കയറിയത്. ഇതെന്തിനാ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ഇത് ICU ആണ്, ഒരാൾക്ക് കയറാൻ പാടുള്ളൂ. എന്നിട്ട് 3 കൂടി കയറ്റിയപ്പോൾ ഇവിടെ കിടന്ന് എന്തി ഒച്ചപ്പാടുണ്ടാക്കുന്നത്? കിച്ചു അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. അതെ, എന്നെ പെട്ടെന്ന് റൂമിലേക്ക് മാറ്റാവോ? അച്ചു കിടന്നെടുത്ത് ചോദിച്ചതും നിന്നെ റൂമിലേക്കല്ല മാറ്റേണ്ടത്, മോർച്ചറിയിലേക്കാ, കിച്ചു പറഞ്ഞു. ഏട്ടാ, ഇവളല്ല വിഷം കഴിച്ചത്. പിന്നെ ഇവളല്ലാതെ പിന്നെ ആരെയാ കിടക്കുന്നത്? അയ്യോ അങ്ങനെയല്ല, ദേവു പറഞ്ഞു. പിന്നെ എങ്ങനെയാ? അത് ഇവള് മനഃപൂർവ്വം കഴിച്ചതല്ല, ഇവൾക്ക് വിഷം കൊടുത്തതാ. ആര്? കിച്ചുവും ആദിയും കല്യാണും പരസ്പരം നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് ഇവള് കുടിക്കാൻ വെച്ചതല്ല. പിന്നീട് അവർ സത്യയുടെ വീട്ടിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ദൈവമേ, ആ ചേട്ടനല്ലേ പുറത്ത് നിൽക്കുന്നത്? എങ്ങനെയാ ചേട്ടനോട് ഈ കാര്യങ്ങൾ പറയാ? ഇപ്പോൾ ഒന്നും പറയാൻ നിൽക്കണ്ട. അവൾക്കൊരബദ്ധം പറ്റി, അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ചെന്ന് ആ സത്യയെ കാണണം. ചെല്ല്, സത്യയെ കൂട്ടിക്കൊണ്ട് വരണം, എത്രയും പെട്ടെന്ന്. അവനെന്തോ നിങ്ങളോട് പറയാനുണ്ട്. ഇനി ഇത് കണ്ട് പേടിച്ച് അവനെന്തെങ്കിലും അങ്ങനെയൊന്നും പറയലേ ഏട്ടാ,
കല്യാണി പറഞ്ഞു. എന്നാൽ നിങ്ങൾ വേഗം ചെല്ലാൻ നോക്ക്. ഇവളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എന്തായാലും ഇവൾക്ക് കഷ്ടകാലാണെന്ന് ഇപ്പോൾ മനസ്സിലായി. ദേ സ്നേഹിച്ചവൻ വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ ദേ ആരോ വെച്ച വിഷമെടുത്ത് അവൾ കുടിച്ചു. എൻ്റെ പൊന്നു മോളെ, കുറച്ച് നാളത്തേക്ക് നീ ഒന്ന് ഒതുങ്ങി ജീവിക്കേ. ഇല്ലെങ്കിൽ പോകുന്ന വയ്യാവലിയെല്ലാം നിന്റെ തലയിൽ വരാൻ സാധ്യത കാണുന്നുണ്ട്, കല്യാൺ പറഞ്ഞു. ചേട്ടാ, ഇത് എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ബാധകമാണ്. അവൻ എടുത്തു വെച്ച ആ ജ്യൂസ് ഇവരിൽ ആരെങ്കിലും ആയിരുന്നു കുടിച്ചെങ്കിൽ എന്ത് പറയായിരുന്നു? ഇപ്പോൾ ഞാനായതുകൊണ്ട് ഒരു പ്രേമനൈരാശ്യെങ്കിലും പറയാം. ഇവരായിരുന്നെങ്കിലോ? അച്ചു ചോദിച്ചതും ഈ കൊച്ച് ഇത്രയും നന്നായിട്ട് സംസാരിക്കായിരുന്നോ? കിച്ചു ചോദിച്ചു. പിന്നെ ഇവള് നന്നായിട്ട് സംസാരിക്കായിരുന്നു, പക്ഷേ ഇവളുടെ നാക്ക് ഇവള് ആ വിനുവിൻ്റെ അടുത്ത് പണയം വച്ചിരിക്കായിരുന്നു. ഇപ്പോഴവള് അത് പണയെടുപ്പിച്ചത്, അതുകൊണ്ടാ ഇത്രയും നാക്ക്. ദേവ് പറഞ്ഞു. ഇനി നിങ്ങൾ സംസാരിച്ച് നിൽക്കണ്ട, ചെല്ല്. ആ ചേട്ടനെയും കൊണ്ടുവയ്ക്കോ. ഇവക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ആ ചേട്ടനെ വീട്ടിലേക്ക് ആക്കാൻ പോകുന്നത് പോലെ പോയാൽ മതി. പോയിട്ട് ആ പയ്യനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, ആദി പറഞ്ഞു. ആദ്യേട്ടാ, അവനൊരു പാവാണ്. മനസ്സിലായി, നിങ്ങൾ പറഞ്ഞതിൽ തന്നെ അവനൊരു പാവാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് അവനെ സംരക്ഷിച്ചേ പറ്റൂ. അവൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചോദിച്ചറിയാം. അതിനുവേണ്ടിയാ ഇങ്ങോട്ട് കൂട്ടാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അവൻ ഇതുപോലെ മറ്റെന്തെങ്കിലും കാണിക്കും. ഇപ്പോൾ അതിനൊരു കാരണം കൂടിയായി. ഇവളുടെ കാര്യം ഓർത്ത് പേടിച്ചിരിക്കുകയായിരിക്കും. നിങ്ങൾ ചെല്ല്, ആദി പറഞ്ഞു. എന്ന് പറഞ്ഞ് അവർ ഐസിയുവിന് പുറത്തേക്ക് പോയതും കിച്ചുവും കല്യാണും ആദിയും കൂടി അച്ചുവിനെ നോക്കി. നിന്നെ റൂമിലേക്ക് മാറ്റട്ടെ? കിച്ചു ചോദിച്ചു. ആ, വേഗം മാറ്റ്. എനിക്ക് അവനെ ഒന്ന് കാണാനുണ്ട്. ആരെ? വിനുവിനെയാണോ? കിച്ചു ചോദിച്ചു. അവനെ ആർക്ക് കാണണം? എനിക്ക് അവനെയല്ലേ കാണേണ്ടത്. നല്ല ഒന്നാന്തരം അവൽ മിൽക്കായിരുന്നു. അതിലെന്തിനായിരുന്നു ആ സാമദ്രോഹി വിഷം കലർക്കിയെന്ന് എനിക്ക് ചോദിക്കണം, അച്ചു പറഞ്ഞു. ഓ, അപ്പം നിനക്ക് അത് കഴിക്കാൻ പറ്റാത്തതാണോ? ഞാനത് മുഴുവനും കഴിച്ചു. ആ, നന്നായി. അതുപോലത്തെ ഒരെണ്ണം കൂടി എടുക്കട്ടെ? കിച്ചു ചോദിച്ചു. ആ, അതിനി കിട്ടിയാലും ഞാൻ കുടിക്കും. പക്ഷേ ഇനി ആർക്കെങ്കിലും കൊടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടേ കുടിക്കൂ, അവൾ പറഞ്ഞു. അവൾ പറയുന്നത് കേട്ട് ഇത്ര നേരം ഉണ്ടായിരുന്ന പിരിമുറുക്കം ആദിയിൽ നിന്നും കിച്ചുവിൽ നിന്നും കല്യാണിൽ നിന്നും എല്ലാം മാറി. ഇങ്ങനൊരു സാധനം. ഞങ്ങളെന്തായാലും പുറത്തുണ്ടാവും. റൂമിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അല്ല, നിൻ്റെ വീട്ടിലറിയിക്കണ്ടേ? അയ്യോ, എന്തും പറഞ്ഞറിയിക്കും. ഒരു ലൂസ് മോഷനാന്ന് പറയാം. ഏകദേശം ആ ഒരു അവസ്ഥയായിരുന്നല്ലോ. വയറൊക്കെ കഴുകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയാം. ആ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. എന്നാലും ലൂസ് മോഷൻ വേണ്ട. വല്ല പനിയായിരുന്നെന്നോ ഛർദിയായിരുന്നെന്നോ പറഞ്ഞോ, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്, അവൾ പറഞ്ഞു. ഇങ്ങനെയൊന്നും പറയേണ്ടി വരില്ലായിരുന്നു. കുറച്ചും കൂടി കഴിഞ്ഞെങ്കിൽ നമുക്ക് അവിടെ വീട്ടിലൊരു പന്തലിട്ടാൽ മതിയായിരുന്നു, കിച്ചു പറഞ്ഞു. ദേ ചേട്ടാ, കല്ലുവിൻ്റെ ചേട്ടനാണെന്ന് നോക്കില്ല. മനുഷ്യനെ ഇവിടെ എങ്ങനെ ഈ അവസ്ഥയിലായെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ചേട്ടൻ്റെ അവിഞ്ഞൊരു കോമഡി. അവൻ തന്നെയായിരിക്കോ? ഇനി ഞങ്ങളവിടെ ചെന്നപ്പോൾ ആരും കാണാതെ ആ വിനുവെങ്ങാനും? അച്ചു പറഞ്ഞതും ഇനി അവൻ്റെ മുതുകത്തേക്ക് കയറ്. അവൻ നിങ്ങളുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടതാ. ഇനി അവനെ നിങ്ങളുടെ ഏഴയലത്ത് കാണില്ല, കിച്ചു പറഞ്ഞു. അവൾ മുഖം കൂട്ടിക്കൊണ്ട് കിടക്കുന്നത് കണ്ടതും ആദിയും കിച്ചുവും കല്യാണും കൂടി ചിരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. കല്യാണിയും ദേവുവും സോനുവും കൂടി ഗോപിച്ചേട്ടനെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നപ്പോഴേ കണ്ടു പുറത്ത് ബെഞ്ചിൽ തന്നെ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മടിയിൽ തളർച്ചയോടെ കിടക്കുന്ന സത്യയെയും. കാറിൽ നിന്നും ഇറങ്ങി കല്യാണി സത്യയുടെ അടുത്തേക്ക് ചെന്നു. സത്യ, കല്യാണി വിളിച്ചതും അവൻ പെട്ടെന്ന് ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. എന്തിനാ നീ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? കല്യാണി ചോദിച്ചു. അവൻ ആംഗ്യ ഭാഷയിലൂടെ അച്ചുവിനെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ ഓക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ, കല്യാണി പറഞ്ഞു. നിനക്ക് അവളെ കാണണോ? ദേവുവാണ് ചോദിച്ചത്. അവൻ തല കുനിച്ചിരുന്നു. കാണണോ സത്യ? നമുക്ക് ഒന്ന് പോയി കണ്ടാലോ അവളെ? കല്യാണി ചോദിച്ചു. അവൻ പതിയെ തലയാട്ടി. എന്നാ ഗോപിച്ചേട്ടാ, ചേച്ചി, ഞങ്ങൾ ഇവനെയും കൊണ്ട് പോയിട്ട് വരാം. ഞങ്ങൾ കൊണ്ടുവന്നാക്കിക്കോളാം ഇവനെ. അവൾക്ക് കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. അത് ചെറിയൊരു വിഷമമുണ്ടായിരുന്നു, അതിൻ്റെ പുറത്ത് അവളെന്തോ കാണിച്ചു കൂട്ടിയതാ. അങ്ങനെ കണ്ടാൽ മതി. ഇനി അതൊന്നും ഓർത്തിരിക്കണ്ട കേട്ടോ. രണ്ടുപേരും ചെന്ന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്ക്. പിന്നെ ഞങ്ങളുടെ ഷെയ്ക്കിൻ്റെ കാശ് എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി അവളുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തതും
ഗോപിച്ചേട്ടൻ അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. മോളെ വേണ്ട, അദ്ദേഹം നന്നായി പേടിച്ച് പോയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. പറ്റില്ല, ഇത് പിടിക്ക് എന്ന് പറഞ്ഞ് അവൾ 500-ൻ്റെ നോട്ടെടുത്താണ് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തത്. ഇത് കയ്യിലിരിക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അതും വെച്ച് കൊടുത്തുകൊണ്ട് സത്യയും കൊണ്ട് കാറിലേക്ക് നടന്നു. സത്യ അപ്പോഴും ഒന്നും മിണ്ടാതെ തലകുനിച്ച് നടന്നതേയുള്ളൂ. അവൻ്റെ അവസ്ഥ മനസ്സിലായതും അവർക്കും സങ്കടമായി. കാറിൻ്റെ കോ ഡ്രൈവിംഗ് സീറ്റിലേക്കാണ് സത്യയെ കയറ്റിയത്. ഡ്രൈവിംഗ് സീറ്റിൽ കല്ലുവും കയറി. അവർ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴേ അച്ചുവിനെ റൂമിലേക്ക് മാറ്റിയിരുന്നു. റൂമിലേക്ക് സത്യയെയും കൊണ്ട് ചെല്ലുമ്പോൾ അവന് വല്ലാത്ത പേടിയും വെപ്രാളവും കാണുന്നുണ്ടായിരുന്നു. എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നത്? ദേവു ചോദിച്ചു. അവനൊന്നും മിണ്ടിയില്ല. റൂമിലേക്ക് കയറിയതും അവിടെ ഇരിക്കുന്ന ആദിയും കിച്ചുവും കല്യാണും സത്യയെയാണ് ആദ്യം നോക്കിയത്. മുഖം കുനിച്ചു നിൽക്കുന്ന ആ പയ്യനെ കണ്ടതും അവർക്കും വല്ലാത്ത സങ്കടം തോന്നി. അവന് സംസാരിക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞ് അറിഞ്ഞപ്പോൾ മുതൽ അവനെ കാണണമെന്നുണ്ടായിരുന്നു. അവൻ്റെ അവസ്ഥ അവർക്ക് പറയാതെ തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഇയാളെന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കിച്ചു സത്യയുടെ അടുത്തേക്ക് ചെന്നു. എന്തുപറ്റി? നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ ഇവളോട് എന്ന് അച്ചുവിൻ്റെ മുന്നിൽ നിർത്തി ചോദിച്ചതും സത്യ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് അച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചു. പോട്ടേടാ, സാരമല്ല, ഇതിൻ്റെ ഒരു കുറവ് എനിക്കുണ്ടായിരുന്നു. ഞാൻ കുറേ നാളായി വയറ് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചത്. അതിങ്ങനെയായെന്ന് വിചാരിച്ചാൽ മതി. സങ്കടപ്പെടാതേടാ. അച്ചു പറയുന്നത് കേട്ട് എല്ലാവരും അവളെ അത്ഭുതത്തോടെ നോക്കി. ഇങ്ങനെയൊക്കെ ഇവൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നായിരുന്നു എല്ലാവരും ചിന്തിച്ചത്. ഹായ്, അപ്പോൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഈ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇനി മാക്സിമം ഒരുപാട് ഗ്യാപ്പില്ലാതെ ഈ സ്റ്റോറി കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.